10-ാം അധ്യായം 38-39 അവസാനത്തെ 2 വാക്യങ്ങൾ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ആമേൻ. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നത്. വാക്യം എല്ലാവർക്കും ഒന്ന് ചേർന്ന് നമുക്കൊന്ന് വായിച്ചെന്നാലോ? ആമേൻ, സ്തോത്രം. അതിൻ്റെ 38-39 വാക്യം ഒന്ന് വായിച്ചേ. കുറച്ച് കാലമൊക്കെ വിശ്വാസ ജീവിതം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരല്പം ഹൃദയത്തിനൊരു മാറ്റം പലരുടെയും ജീവിതത്തിൽ വരാറുണ്ട്. ഒരല്പം തണുപ്പ്. എന്തിനാണ് എന്നുള്ള ചിന്ത ജഡത്തിൽ ശത്രു കൊണ്ടുവന്നിടുവാൻ ചാൻസ് ഉണ്ട്. അവരോടാണ് ഈ വാക്യം പറയുന്നത്. നാം പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ജയിച്ചെന്ത് ചെയ്യണം? മുന്നേറണം. എന്തിൻ്റെ വിഷയത്തിൽ? വിശ്വാസത്തിൽ. ഇന്ന് ആദ്യ നാളുകളിലെ വിശ്വാസം നമ്മളിൽ എന്ത് ചെയ്തിരിക്കുക? നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നിന്നെക്കുറിച്ചൊരു കുറ്റം എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. ആമേൻ. സ്വന്തം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആമേൻ. സ്വന്തം ഈ വചനമൊന്നും മാറിപ്പോകത്തില്ല. ആമേൻ. സ്വന്തം പതിയെ ബാക്കിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അവരോട് പരിശുദ്ധാത്മാവ് വചനം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപെടും. എൻ്റെ കുഞ്ഞെ, നീ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് പോകരുത്. ആമേൻ. സ്വന്തം ഇതിൽ നിന്ന് നീ ഒന്നല്പം പിന്മാറിയാൽ ആമേൻ, ശത്രു നിന്നെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. യെരുശലേമിൽ നിന്ന് ഇന്ന് ലൂയിസ് ബ്രദറാണ് നമ്മുടെ മധ്യത്തിൽ പ്രാർത്ഥന ലീഡ് ചെയ്തത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് വ്യാപാരത്തിനായി കടന്നുപോയ ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. എവിടെ നിന്നാണ്? സമാധാന നഗരത്തിൽ നിന്ന്. സ്വതം യെരുശലേമിൽ നിന്ന് സ്വതം എരിഹോവിലേക്ക്, സമ്പന്ന നഗരത്തിലേക്ക്. സ്തോത്രം. എല്ലാ തലത്തിലും അവൻ്റെ കണ്ണ് ഉയർച്ച പ്രാപിക്കത്തക്ക തലത്തിലേക്ക്, ആത്മീക ലെവലിൽ നിന്ന് അടുത്ത ഭൗതിക ലെവലിലേക്ക് കയറിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ ഇടയായിത്തീർന്നു. നമ്മളറിയത്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ മാറാൻ ഇടയായിത്തീരും. ആത്മീക നിലയിൽ തന്നെയാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷേ കുറേ നമ്മൾ പുറകിലായിരിക്കും. സ്വതം ഇന്ന് പകലില്ല ആരോടാണ് എന്നെനിക്കറിയത്തില്ല. നിന്റെ ആദ്യ നാളുകളിലെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ ആദ്യ നാളുകളിലെ വിശ്വാസ ജീവിതം, അതിൽ വർധനവ് വന്നിട്ടുണ്ടോ? മങ്ങലേറ്റു പോയിട്ടുണ്ടോ? ഇനി ഒട്ടുമില്ലാതെയാണോ ഇരിക്കുന്നത്? പുറമെ കണ്ടാൽ വിശ്വാസിയായിട്ട് തന്നെയുള്ള ലേബൽ നിനക്കുണ്ട്. അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിന്നപ്പോൾ നിന്നെ തിരിച്ചറിഞ്ഞ ജനം ഇന്നും നിന്നെ വിശ്വാസിയായി തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ നിന്റെ അകത്തളത്തിൽ ആ ഒരു വിശ്വാസമുണ്ടോ? ആ ഒരു ആത്മീക ജീവിതത്തിന് ഒരാക്കം കൂട്ടുവാൻ തക്ക വിധത്തിൽ ഇന്നും നിന്റെ ആത്മീക നിലവാരം ഒന്ന് വർദ്ധിച്ചു വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് എന്റെ ശബ്ദത്തിൽ നിന്ന് നിങ്ങളോട് ഇടപെടുന്നത്, മടങ്ങി വരിക. വിശ്വാസത്തിന്റെ ആദ്യ പടികളിലേക്ക് നീ ഒന്ന് മടങ്ങി വരിക. പരിശുദ്ധ ദൈവം നിന്നെ സ്നേഹിക്കും. കേട്ടോ പ്രിയമക്കളെ. അതല്ല എങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും ചിന്തിച്ചില്ല അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ അകപ്പെടുമെന്നും കയ്യിൽ അകപ്പെടുമെന്നും മുറിവേൽപ്പിക്കപ്പെടുമെന്നും അർദ്ധപ്രാണനായി പെരുവഴിയിൽ കിടക്കുമെന്ന് അവൻ ചിന്തിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇതൊരു യുദ്ധക്കളമാ. സ്വതം നിനക്ക് നിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കണ്ണുകൾ കൊണ്ട് നിന്നോട് പോരടിക്കുന്ന ശക്തികളെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ മുട്ടുമടക്കി മുഴങ്ങി
മുഴങ്കാൽ മടക്കി പായക്കകത്തിരിക്കുക. ആമേ ചില വാഴ്ചകൾ നിന്റെ ചുറ്റും വ്യാപരിക്കുന്നത് നിന്റെ ഉൾക്കണ്ണ് കൊണ്ട് കാണുവാൻ കഴിയും. ചില അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപത്യങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾ നിനക്കെതിരെ പൊരുതുന്നത് നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നിനക്കത് കാണാനോ അനുഭവിക്കാനോ കഴിയാതിരിക്കുന്നത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ വീണ് കിടക്കുകയാണ്. നിന്റെ ദൃഷ്ടി മറ്റുള്ള വ്യക്തികളിലേക്ക് കണ്ണുകൾ പോകുകയാണ്. മടങ്ങി വരുക, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആത്മമണ്ഡലത്തിൽ നിനക്കെതിരെ പോരടിക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ തകർത്ത് കളയാൻ ആയുധങ്ങളും എടുത്ത് പോരടിക്കുന്ന ചില വ്യാപാരങ്ങൾ നിനക്ക് ചുറ്റുമുണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല, ആമേശ്വരം എനിക്കൊരു കുറവുമില്ല എന്നൊക്കെയും നിനക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ആമേശ്വരം ഞാൻ ധനവാൻ, എനിക്കൊന്നിനും കുറവില്ല. ഇല്ലടാ, ആമേശ്വരം നീ നഗ്നനും കുരുടനുമാണെന്ന് നീ തിരിച്ചറിയാതിരിക്കുന്നത് ഏറ്റവും വലിയ കഷ്ടം. നിന്റെ ജീവിതത്തിൽ ആമേശ്വരം 2024 നിന്ന് ഒരു സ്റ്റെപ്പ് നിനക്ക് ആത്മീക മണ്ഡലത്തിലായിക്കൊള്ളട്ടെ, ഭൗതിക മണ്ഡലത്തിലായിക്കൊള്ളട്ടെ ഉയർന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുകയാ. വീണ് കിടക്കുന്നിടത്ത് തന്നെയല്ലേ നിന്റെ കിടപ്പ്, അതിൽ നിന്നൊന്ന് പൊങ്ങി വരുക. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുക നമുക്കൊരു കുറവുമില്ല. ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, പാർപ്പിടത്തിന് പാർപ്പിടമുണ്ട്. പക്ഷേ അന്നത്തെ പോലെ തന്നെയാ ഇന്നും. എടാ, മനസ്സ് തകർന്നു പോകുക. ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മീകത്തിൽ നീ പട്ടുകൊണ്ടിരിക്കുകയാ. ശത്രു നിന്നെ പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാ, അവൻ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാ. ആമേൻ, നീ അതിനെ പൊട്ടിച്ച് പുറത്തു വരണം. ഹല്ലേലൂയ. 2025 തീരാൻ ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിന്റെ ആത്മീക താലന്തുകളെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് കിട്ടിയത് ഒന്നായി തന്നെ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ നീ അത് കുഴിച്ചിട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നീ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്. താലന്ത് കിട്ടിയവൻ എത്ര വർഷമായിട്ട് കുഴിച്ചിട്ടിരിക്കാന്നറിയോ? ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. വീട്ടിനകത്ത് ജോലിക്ക് പോയ ജോലി കഴിഞ്ഞ് വീട്ടിലുള്ള സഹോദരിമാരാണെങ്കിലോ ജോലി കഴിഞ്ഞാൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് തിരിയും. ഒരാത്മാവിനെയെങ്കിലും. എന്താണ് പ്രിയമക്കളെ ദൈവവേല? എന്താണ് സുവിശേഷ വേല? എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾ മാറിക്കിടന്ന് ഉറങ്ങിക്കൊള്ളുക. അങ്ങനെ പറഞ്ഞോ? അല്ല, എന്തു പറഞ്ഞു? പുറപ്പെടാൻ പറഞ്ഞു. ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഭൂമിയുടെ അറ്റത്തോളം പോയി എന്ത് ചെയ്യാൻ പറഞ്ഞു? സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു, വിശ്വാസത്താൽ. കേട്ടോ പ്രിയമക്കളെ, കയ്യിലൊന്നും അവരോട് പറഞ്ഞു, ഇതിരിക്കട്ടെ, പോണ വഴിക്ക് കർത്താവ് സ്തോത്രം കർത്താവിൻ്റെ കയ്യിലുള്ള നന്മകൾ മുഴുവനും കൊടുത്തു. നിനക്ക് ഇരിക്കട്ടെ ഒരു 50 ലക്ഷം, പത്രോസിന് 50, ബാക്കിയുള്ളവർക്ക് 40, വേറൊരു 35, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പോയില്ല. സ്തോത്രം, ഹല്ലേലൂയ. വഴിയിൽ പൊക്കണവും കയ്യിൽ ഒന്ന് കരുതരുത് എന്നൊക്കെ പറഞ്ഞു അവരോട്. ചെന്ന് ചോദിക്കുക, അന്വേഷിക്കുക, പട്ടണത്തിൽ യോഗ്യന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ നിങ്ങൾക്ക് പാർക്കാം, പോകാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ ആഹ്വാനം പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനോടും അപ്പോസ്തലന്മാരോടും മാത്രമായിരുന്നോ? നമ്മളതിനകത്ത് പങ്കാളികളാണോ? തോന്നുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുക. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. വല്ലവന്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് കടന്നു പോകാനല്ല, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ മുഖത്തെ ആദരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനാണ് പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. പോകുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താ വിശ്വാസമുണ്ടോ? ഈ 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലാണ് നമ്മൾ 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ആമേൻ, സ്തോത്രം, ആമേൻ. അതെ, 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ചേ. വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? ആ ഒരു വിശ്വാസം ഉണ്ടോ? ഒരു പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്കും ദൈവം ഉണ്ടോ ആർക്കറിയാം. പ്രൈസല്ലോ. ആദ്യ നാളുകളിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് രക്ഷയിലേക്ക് ഇറങ്ങി തിരിച്ചവനാ. ആദ്യ സമയങ്ങളിലെല്ലാം ദൈവം ചോദിക്കുന്നതെല്ലാം തന്നുകൊണ്ടിരുന്നു, ചോദിക്കാത്തതും തന്നുകൊണ്ടിരുന്നു. ആമേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യങ്ങൾ കൂടി വന്നു. അപ്പൊ അനാവശ്യമായി കഴിഞ്ഞപ്പോൾ കർത്താവ് അത് ബ്ലോക്ക് ചെയ്തു. അപ്പൊ കുറച്ച് നാളുകളായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പറയുന്ന ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ആദ്യ നാളുകളിലെ പോലെ തന്നെ. സ്തോത്രം. കൊയ്ത്തും വിതയും കൊയ്ത്തും തുടങ്ങിയ കാലത്ത് മഞ്ഞ എന്ത് ചെയ്തു? നിന്നുപോയി. അങ്ങനെയല്ല വചനം വായിക്കുന്നത്. അതുവരെ മഞ്ഞ എന്ത് ചെയ്തു? രാവിലെ തന്നെ ആമേൻ സ്തോത്രം. ഇവര് പ്രഭാതത്തിൽ വേറൊരു പണിയില്ല. ഇസ്രായേൽ ജനം എത്ര ലക്ഷം ജനമാ? ആമേൻ സ്തോത്രം. 20-നും 25 ലക്ഷത്തിനും ഇടയിലുള്ള ജനം. ആമേൻ സ്തോത്രം. രാവിലെ ഒരു പണിയുമില്ല. ഇവർക്കൊരു പണിക്ക് പോകണ്ട, ഒരു ജോലിയും ചെയ്യണ്ട. സ്ത്രീകൾക്ക് ഫുൾ ടൈം വിശ്രമമാ. ആമേ. സഹോദരൻ പാചകം ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. രാവിലെ എഴുന്നേറ്റ് പുട്ട്, ദോശ, ഇഡ്ഡലി, ആമേ ഇതൊന്നും ഉണ്ടാക്കണ്ട. ചിലർക്ക് ചപ്പാത്തി വേണം, ചിലർക്ക് ആമേ സ്വത പൂരി വേണം. ഇതൊന്നും ഉണ്ടാക്കണ്ട. രാവിലെ എല്ലാവർക്കും ആമേ ശ്രേഷ്ഠമേറിയ ഭോജനം ആമേ സ്വത മുകളിൽ നിന്ന് പൊഴിക്കും. ആമേ സ്വതം എന്ന് വന്ന് വീഴും മഞ്ഞ. ആദ്യം മഞ്ഞ് ഒരു കോട്ട് ചെയ്യും. മഞ്ഞ് ആമേ താഴ്ത്ത് ഈ മഞ്ഞ മണ്ണിൽ ആമേ സ്തോത്രം മറ്റു പദാർത്ഥങ്ങളിലൊന്നും മുട്ടാതിരിക്കാൻ മഞ്ഞ് പൊഴിക്കും. അതിൻ്റെ മീതെ മഞ്ഞ എന്ത് ചെയ്തു? ആമേ പൊഴിച്ചിടും. ആമേ ഇടങ്ങിഴി വീതം പിറക്കിയെടുത്ത് കഴിച്ചാൽ മതി. എന്നിട്ടും കുറ്റം പറഞ്ഞവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേ. കുറച്ച് ദിവസം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ സാരമില്ലാത്ത ആഹാരം. ഒരു പണിക്കും പോകുന്നില്ലേ, ഒരു ജോലിയും ചെയ്യുന്നില്ല. ആമേൻ സ്തോത്രം. ഒരു ജോലിക്കും പോകാതെ ആവശ്യത്തിന് കിട്ടുന്നത് ആഹാരം. ആമേൻ സ്തോത്രം. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോരായ്മകൾ പറയാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. ഇത് ആർക്ക് വേണം? ഈ മഞ്ഞയെ കുറിച്ച് പറയുന്നത് ആമേ തേൻ ചേർത്ത ആമേ കൊത്തമ്പാലരി. ആമേ സ്തോത്രം. തേൻ അത്രക്ക് രുചിയായിരുന്നു. ഇത് കർത്താവ് എന്ത് ചെയ്തില്ല? ശേഷിപ്പിച്ചില്ല. ഇന്ന് ഇസ്രായേൽക്കാർക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ ആമേ അവരത് വിറ്റ് കാശാക്കിയേനെ. ആമേ സ്വതം. ലോകത്തിൽ ആമേ ഒരു മനുഷ്യന് കഴിക്കാത്ത, വചനം പറയുന്നു, ശക്തിമാന്മാരുടെ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുത്തു. ആമേ സ്തോത്രം. അവരങ്ങനെ ശക്തിപ്പെട്ടു. ആമേ സ്തോത്രം. ആകയാൽ ഇതിങ്ങനെ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു ഇവർക്ക് ആഹാരം. വിതയും കൊയ്ത്തും തുടങ്ങിയ കാലത്ത് എന്ത് ചെയ്തു? നിർത്തി. പ്രൈസലോ. ആമേ. ഇതുപോലെ തന്നെയാ പ്രിയ മക്കളെ, നമ്മളും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആമേ സ്വത കർത്താവിനോട് ചോദിക്കുന്നത് പലരുടെയും ജീവിതത്തിൽ, പലരുടെയും അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ആമേ ആദ്യ സമയങ്ങളിലൊക്കെ കർത്താവ് തന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഇതിനും അറുതിയില്ലാതെ വണ്ണം നമ്മൾ എന്താ നോൺ സ്റ്റോപ്പായിട്ട് ചോദിക്കാൻ തുടങ്ങി. ചോദ്യം മാത്രം, ആവശ്യങ്ങൾ മാത്രം അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം ചില കാര്യങ്ങളിൽ ആമേ ഒരു ക്രമം വരുത്തി. നീ ഒന്ന് ആമേ സ്വതം പ്രാർത്ഥിച്ച് ആത്മീകത്തിൽ ശക്തിപ്പെട്ടൊന്ന് വളരണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നീ എന്നും ശിശുവായിരുന്നാൽ പോരാ, നീ എന്ത് ചെയ്യണം? ആമേ സ്വത അധികാരമുള്ളവനായി ഒന്ന് പുറത്തു വരണം. ആമേ. അതിനു വേണ്ടിയാണ് ചിലതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ചിലതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം കർത്താവ് ബ്ലോക്ക് ചെയ്യത്തില്ല. ചിലതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എവിടെയോ ഒരു ക്രമീകരണം പ്രാപിക്കാനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ സമയം പ്രിയമക്കളെ 1 മാസത്തോളം കുവൈറ്റിലായിരുന്നല്ലോ. അവിടെ ഒരു സംഭവം, എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസൻ കുവൈറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ദൈവദാസൻ ജെയിംസ് എന്ന പേരായിട്ടുള്ള അദ്ദേഹം അർമേനിയയില. ഒരു പക്ഷേ ഈ ലൈവ് മീറ്റിംഗ് അവരെ കാണുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കാൻ. അർമേനിയയിലാണ്. തൻ്റെ ഭാര്യ ആമേ സ്വത കുവൈറ്റിലുണ്ട്. ആമേ. ഈ ഭാര്യയ്ക്ക് നാട്ടിലേക്ക് കടന്നു വരണം. കാരണം തൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ട്. ആമേ. യൂട്രസിൽ ഒരു മുഴയുണ്ട്. ഈ മുഴ അവരെ ഭയപ്പെടുത്തുകയാണ്. താൻ നേഴ്സാണ്. ആമേ സ്തോത്രം. ഈ മുഴയുടെ സിംറ്റംസ് എല്ലാം താൻ മനസ്സിലാക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു മുഴയാണെന്ന് അവർക്ക് മനസ്സിലായി. ആമേ സ്തോത്രം. യൂട്രസിനകത്ത് ഭാരം, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്കാൻ ചെയ്തപ്പോൾ അല്പം വലിപ്പമുള്ളതാണെന്നും ആമേ ക്രിട്ടിക്കലാണെന്നും പറഞ്ഞു. എത്രയും വേഗത്തിൽ ആമേ നാട്ടിലേക്കൊന്ന് കടന്നു വരണം. എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ചു. ആമേ നാട്ടിലേക്ക് പോരുവാനുള്ള ആമേ പെട്ടി എല്ലാം ക്രമീകരിച്ചു. ആമേ സ്തോത്രം. നാട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ഈ കുവൈറ്റിൽ അവിടുത്തെ ഒരു ID ഉണ്ട്, സിവിൽ ID എന്ന് പറയും. പല സ്ഥലങ്ങളിലും പല പേരുകളാണ്. ആമേ സ്തോത്രം. സൗദി അറേബ്യ അക്കാമ എന്ന് പറയും. ആമേ ഇവിടെ സിവിൽ ID എന്ന് പറയും. അപ്പോൾ ഈ സിവിൽ IDയിൽ നോക്കുമ്പോൾ അത് സ്കാനറിലിടുമ്പോൾ ഒരു ചെറിയ കംപ്ലൈൻറ്റ്, സിവിൽ ID വർക്ക് ചെയ്യുന്നില്ല.
സിവിൽ ഐ ഡി വർക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് റെസിഡൻഷ്യൽ അവർക്ക് അടിച്ചിരിക്കുന്ന ആ നമ്പറിൽ പാസി നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. ഈ നമ്പറിന് വ്യത്യാസം. അതുകൊണ്ട് നിശ്ചയമായിട്ടും എയർപോർട്ടിൽ ചെന്നാൽ ഇവരെ കയറ്റി വിടത്തില്ല. ആമേൻ. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ഇവരുടെ കുവൈറ്റിയെ അവർ ചെന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തുർക്കിയിലേക്ക് ഒരു യാത്ര പോയിരിക്കുന്നു. കുവൈറ്റി കിട്ടുന്നില്ല. ആമേൻ. ഇവർ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ശാരീരികമായിട്ട് ദോഷമുണ്ട്, പ്രതിസന്ധിയാണ്. കടന്നു പോയേ മതിയാകൂ. ഒരു സർജറി അവർക്ക് വേണം. എല്ലാം ഓക്കെയാക്കി വെച്ചിരിക്കുക, പോകാൻ കഴിയുന്നില്ല. ബ്ലോക്ക് ചെയ്തിരിക്കുക. പാസി നമ്പർ കറക്റ്റ് അല്ല, സിവിൽ ഐ ഡി കറക്റ്റ് അല്ല, കുവൈറ്റി അവിടെ ഇല്ല. ആഴ്ചകൾ കഴിഞ്ഞു. ഞാൻ ആ സമയത്താണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ഈ സഹോദരി ഫോണിൽ വിളിക്കുവാനിടയായി തീർന്നു. ഒരു പാസ്റ്ററിൻ്റെ കൂടെയാണ്, കുടുംബത്തിൻ്റെ കൂടെയാണ് താനും താമസിക്കുന്നത്. കാരണം തൻ്റെ ഹസ്ബൻഡ് അർമേനിയയിലായിരിക്കുന്നത് കൊണ്ട് അർമേനിയയിൽ നിന്ന് ആ ദൈവദാസനും എന്നെ വിളിക്കാനിടയായി തീർന്നു. അങ്ങനെ ഒരു കോൺഫറൻസ് കോളിൽ ഇവരുമായിട്ട് ഒന്ന് അല്പസമയം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഒരവസരം തന്നു. നേരിട്ടല്ല, ഫോണിലൂടെയാ. കേട്ടോ പ്രിയമക്കളെ, ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ തടസ്സം ദൈവം നീക്കും. പക്ഷേ ഈ തടസ്സം വരുത്തിയിരിക്കുന്നത് ഒരു മിറക്കിളിന് വേണ്ടിയാ. തടസ്സം പരിശുദ്ധ ദൈവം നീക്കിത്തരും. പക്ഷെ തടസ്സം വന്നിരിക്കുന്നത് ഒരു മിറക്കിളിന് വേണ്ടിയാ. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല പ്രിയമക്കളെ. എല്ലാ തടസ്സങ്ങളും പിശാച് കൊണ്ടുവന്നിടുന്നതല്ല. മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരായിരിക്കുന്ന പൗലോസും ടീമും സാധാരണക്കാരല്ല, 3-ാം സ്വർഗം വരെ വെളിപ്പാടിനാൽ എടുക്കപ്പെട്ട ശക്തനായ മനുഷ്യൻ തന്റെ റൂമാല് ഉത്തരീയം ഒരു രോഗിയുടെ മേൽ കൊണ്ടുവന്നിട്ടാൽ ആ സെക്കൻഡിൽ സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ. ഏതോ പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ ദൈവകൃപയുള്ള മനുഷ്യൻ. ഇദ്ദേഹം പ്രാർത്ഥിച്ച് ഇവർ ടീമായിട്ട് ഒരു സ്ഥലത്തേക്ക് സുവിശേഷ ഘോഷണത്തിന് വേണ്ടി കടന്നു പോകുകയാണ്. പക്ഷേ അവിടെ അവരെ തടുക്കുന്നുണ്ട്. വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. ഒന്ന് നിർത്തണേ. ഇവർ എവിടേക്കാണ് ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയത്? ആസിയയില്. പ്രാർത്ഥിക്കാതെയാണ് പോയത്. ദർശനമില്ലാത്തവരാണോ? വെളിപ്പാടില്ലാത്തവരാണോ? കാഴ്ചപ്പാടില്ലാത്തവരാണോ? നല്ലപോലെ പ്രാർത്ഥിച്ച് ആയിരിക്കുന്ന പട്ടണത്തിൽ നിന്ന് ആസിയയിലേക്ക് ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി കടന്നു പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. പരിശുദ്ധാത്മാവ് വിലക്കി. നമുക്കിതുപോലത്തെ എന്തെങ്കിലും തടസ്സം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും തടസ്സം നേരിട്ടേന്നാ നമ്മൾ പറയും? പറഞ്ഞോ? കറക്റ്റാണ്. നമ്മൾ പറയുന്ന വാക്കാ നിങ്ങൾ പറയുന്നത്. പിശാച് എന്ത് ചെയ്തു? താഴ്ത്തു. നിലത്തിട്ടൊക്കെ 2 ചവിട്ടൊക്കെ ചവിട്ടി. സ്തോത്രം. അന്നേ ദിവസം ആ ഒരു ദിവസം മുഴുവനായിട്ട് മാറ്റിവെച്ച പിശാചിനെ നമ്മൾ എന്ത് ചെയ്യും? ശ്വാസിച്ച് ആമർത്തി അവനെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. പിശാച് ഞങ്ങളെ സുവിശേഷ പ്രവർത്തനത്തിന് എന്ത് ചെയ്യത്തില്ല? വേണമെങ്കിൽ അവിടെ ചെന്ന് പിന്നെയും സുവിശേഷം പ്രസംഗിച്ച് ആരും കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് കാലൊടിഞ്ഞ് അവിടെ ഇരിക്കും. സ്തോത്രം. കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുത്. എല്ലാ സ്ഥലത്തും എല്ലാവരോടും ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പറയാൻ വേണ്ടിയോ ഒരുക്കപ്പെടരുത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചേക്കണം. ദൈവാത്മാവ് ചിലത് വിലക്കിയാൽ അവിടെ മിണ്ടരുത്. നീ സുവിശേഷകൻ ആയിട്ടില്ല എന്ന് അവർ ചിന്തിച്ചാൽ പോലും കുഴപ്പമില്ല. നീ ഒരു ദൈവ പൈതല്ല അല്ല എന്നവർ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പറയത് വാ തുറക്കരുത്. മിണ്ടാതിരുന്നേക്കണം. കേട്ടോ, മിണ്ടാതിരുന്നേക്കണം. നമ്മൾ എസ്തറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കുലവും ഗോത്രവും നീ എന്ത് ചെയ്യരുത്? അറിയിക്കരുത്. അല്ലേ? അവളോട് അന്ന് അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ അനുസരിച്ചു. ഇതുപോലെ തന്നെയാണ് ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെന്ത് ചെയ്തു? വിലക്കി. ആസിയില് ദൈവവചനം ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, ആസിയിൽ ദൈവവചനം. ചിലരോട് പറയുമ്പോൾ എന്താണെന്നൊരു പിടി കിട്ടത്തില്ല. ആസിയോ സ്തോത്രം. എല്ലാവർക്കും അല്ല, ചിലർക്ക്. ചിലരുടെ ഇടയിൽ ഇരുന്ന് ധ്യാനിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരാൾ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആസിയിൽ എന്ത് ചെയ്ത്? ആസിയിലോ? പ്രൈസലോ. ഇനി മനസ്സിലായിക്കോളും. പ്രൈസലോ. ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. ആര് വിലക്കി? പരിശുദ്ധാത്മാവ് വിലക്കും. കേട്ടോ. കടലിന് മീതെ നടന്നു വരികയാണ് 4-ാമത്തെ യാമത്തിൽ. ആര്? യേശു. ശിഷ്യന്മാര് 12
പടകിനകത്തിരുന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആൾക്കാരാ. പ്രൈസലോ. നമ്മുടെ ആൾക്കാർ. നമ്മുടെ മുമ്പിൽ എന്ത് വന്നെന്നാലും നമ്മൾ ആദ്യം പറയുന്നത് ഇതൊരു പിശാചിന്റെ പ്രവൃത്തിയാ. യേശു നടന്നു വരുന്നത്. ആരാണെന്ന് പോലും ഒരു പിടിയില്ല. അന്ന് യേശു നടന്നു വരുമ്പോൾ പറയുന്നത് ദൈവ പ്രവൃത്തികൾ പലതും പൈശാചിക പ്രവൃത്തികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആമേശ്വതം ഇതാ ഒരു ഭൂതം എന്നാണ് ശിഷ്യന്മാർ 12 പേരും പറഞ്ഞത്. കൂടെ നടക്കുന്നവൻ ആമേശ്വതം വെള്ളത്തിന്റെ മീതെ നടന്നു വന്നപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇതുപോലെ ആസിയിൽ ദൈവവചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് മനസ്സിലായി പറഞ്ഞത് പരിശുദ്ധാത്മാവാ. വിവേചിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം പ്രിയമക്കളെ. വിവേചിക്കാനുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഇവർ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ദൈവവചനം പ്രസംഗിക്കാൻ വേണ്ടി പോകുക. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. അടുത്തത് മൂസിയിലെത്തി വിതുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇവിടെ വേണ്ടും. ആമേൻ. ആദ്യം ആര് തടുത്തു? ഇപ്പൊ ആരാ തടുക്കുന്നത്? സ്തോത്രം. രണ്ടാമത്തെ ദിവസം ഇതുപോലെ തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം തടസ്സം വന്നു കഴിഞ്ഞാൽ തികച്ചും ഇത് ഇവന്റെ പരിപാടി തന്നെ. പ്രൈസലോ. വിവേചിക്കാനുള്ള ഒരു കഴിവ് ഇന്ന് ആളുകൾ ദൈവജനത്തിന്റെ അകത്തളത്തിൽ ഉണ്ടാകണം പ്രിയമക്കളെ. എല്ലാ തകർച്ചകളും എല്ലാ താഴ്ചകളും ശത്രു കൊണ്ടുവന്നിടുന്നതല്ല. ദൈവം നിന്നെ ഒന്ന് ഒരുക്കി എടുക്കാൻ വേണ്ടി പണിയുന്നതാ. കേട്ടോ പ്രിയമക്കളെ, ദൈവം നിന്നെ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി പണിയുന്നതാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പിശാച് അടിച്ചെന്ന് പറയാൻ പലർക്കും ദൈവമക്കൾക്ക് അഭിമാനമാണ്. എടാ, ദൈവം നിന്നെ കറക്റ്റ് ചെയ്യുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് ആംബിയറുണ്ട്. ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുക, ദൈവം എന്നെ തൊട്ടുകൊണ്ടിരിക്കുക, ദൈവം എന്നെ അടിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ വഴികളിലേക്ക് എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നാം ഏത് സമയത്ത് നീതിമാന്മാരാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാ എന്തു പ്രവൃത്തി ആരുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കും? ഇത് പിശാചിന്റെ പ്രവൃത്തി. നമ്മളെന്താ? പിശാച് കണ്ണും മൂക്കും വെളിവില്ലാത്തവനാണല്ലോ. എങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ കയറി അടിക്കുന്നവനാണ് പിശാച്. അതുകൊണ്ട് അഭിമാനത്തോടെ പറയും പിശാചിന്റെ പ്രവൃത്തി. ദൈവം കണ്ണും മൂക്കും വെളിവില്ലാത്തവനല്ല. കറക്റ്റായിട്ട് ലക്ഷ്യം നോക്കി എന്ത് ചെയ്യത്തുള്ളൂ? നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തോടും. കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കർത്താവ് നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യും. അതുകൊണ്ട് ദൈവം അടിച്ചെന്ന് പറയാൻ, ദൈവം തൊടുന്നു എന്ന് പറയാൻ, ദൈവം ചെത്തുന്നു എന്ന് പറയാൻ പലർക്കും മടിയാ. അമ്മേ സ്തോത്രം, ഹല്ലേലൂയ. അമ്മ മടങ്ങി വരണം. അവരെ അമ്മേ സ്തോത്രം വിതുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട സമയത്ത് അമ്മേ സ്തോത്രം യേശുവിൻ്റെ ആത്മാവ് അവരെ എന്ത് ചെയ്തു? തടുത്തു. യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. ഇത് ഈ ആത്മാവൊക്കെയാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതാണ് കുഴപ്പം. പാസ് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ആത്മാവ് എല്ലാം ഒരുപോലെയാണ് തോന്നുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഒരുപോലെയാണ് പാസ്റ്റർ തോന്നുന്നത്. നിന്റെ പ്രാർത്ഥന കുറവ്, മുട്ടുമടക്ക്, ഹൃദയ ദൃഷ്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതൊന്ന് സ്തോത്രം വർക്കായെന്നാൽ നിനക്ക് മനസ്സിലാകും ഇത് ഏത് വഴി. നിന്റെ ജീവിതത്തിലെ കുറവുകളൊന്ന് ക്രമീകരിക്കുന്ന സമയം വരെയും ദൈവത്തിൻ്റെ കൈ നിന്റെ മേൽ ഭാരമായി വരും. അറിയോ? സ്തോത്രം. ഇവിടെ നിന്നെ വിളിച്ചു വേർതിരിച്ച് പെരുവഴിയിൽ ഇട്ടുകളയാൻ വേണ്ടിയല്ല, കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുന്ന നല്ലൊരു വീട്ടിലേക്ക് നിന്നെ എത്തിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം പദ്ധതി ഒരുക്കുന്നത്. അതുകൊണ്ട് പിശാചിന്റെ കയ്യിൽ നീ വീണുപോയി തകർന്നു പോകാതിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിന്നെ കരത്തിൽ വഹിക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയമകളെ, സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വിളിച്ചു വേർതിരിച്ച് ഈ ജനത്തെ എവിടെ കൊണ്ടുപോകണം? നിത്യതയിൽ കൊണ്ടുപോകണം. നിത്യതയിൽ കൊണ്ടുപോകണം. അതിന് നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യും കർത്താവ്. നിന്റെ ജീവിതത്തിലെ കുറവുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, കഴിഞ്ഞ സമയം നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടതുപോലെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടും. അർദ്ധപ്രാണനായി നിന്റെ സ്വന്തം ഉടുതുണി പോലും അവൻ ഉരിഞ്ഞെടുക്കും. നിനക്ക് തകർച്ചകൾ വരും. കൈ തൊടുന്ന സകലത്തിലെ പരാജയങ്ങൾ, വിജയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നീ കരുതും അല്ല, ദൈവം നിന്നെ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക. മടങ്ങി വരേണ്ടതിനാ. അപ്പം ഞാൻ ആ പറഞ്ഞ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാ. അപ്പോൾ ഇവരെ തടുത്തു. സ്വന്തം. അപ്പോൾ സ്വന്തം പിറ്റേ ദിവസം ഒന്ന് വായിച്ചോ, വാക്യം വായിച്ചോ താഴേക്ക്. അപ്പോസ്തല പ്രവർത്തനം
അവർ മൂസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം. ഇവിടേക്കാണ് പോകേണ്ടത്, മക്കദോനിയിലേക്കാ പോകേണ്ടത്. പൗലോസേ, ആമേൻ, ബിദുനക്കല്ല, ആസിയയിലല്ല, മക്കദോനിയിൽ നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് കേട്ടോ. കഴിഞ്ഞ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചില ബ്ലോക്കും തടസ്സമൊക്കെ വന്ന് വീണത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പെരുവഴിയിൽ പെട്ടുപോകേണ്ടതിനല്ല, നീ നശിച്ചു പോകേണ്ടതിനല്ല. തകർച്ചകൾ ചിലതൊക്കെ കടന്നു വന്നത് ആമേൻ നിന്നെ ഒടുക്കിക്കളയാനല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നീ ഒന്ന് മടങ്ങി വരേണ്ടതിനും ഈ യേശുവുമായിട്ട് ഒരു ബന്ധം പുലർത്തേണ്ടതിനും എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ആമേൻ ചിലതൊക്കെയും ബ്ലോക്കായി കിടക്കുകയാ, ചിലതൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാ. ആമേൻ കണ്ണുനീരും വേദനയിലൂടെയാണ് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലത് തടസ്സപ്പെട്ടിരിക്കുന്നതും ചിലത് ബ്ലോക്കായി നിന്നെ കർത്താവുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമുണ്ട്. നിന്റെ നിലവറയുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. നിന്റെ കരച്ചിലിന്റെ മധ്യത്തിൽ കർത്താവ് നിന്നെ താങ്ങും. ഇന്നേ ദിവസം ദൈവകരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നിന്നെ കൊണ്ടുവന്നത് യേശു ഇന്ന് പകൽക്കാലം ഈ ശബ്ദത്തിന്റെ മധ്യത്തിൽ നിന്ന് വിധേയപ്പെടുക. എന്റെ കുഞ്ഞെ, നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്നെ കൊണ്ട് ദൈവത്തിന് ചില പ്ലാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചില പ്ലാനുണ്ട്, ചില പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇതുവരെയും പലതും തടസ്സമാ, ഇതുവരെയും ചിലത് ബ്ലോക്കാ. ആമേൻ, ദൈവം ചിലത് തുറക്കാൻ പോകുകയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. തുറക്കപ്പെടുന്ന വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാൻ കഴിവുള്ളൊരുത്തൻ ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂതായി അറിയിക്കുകയാ. ആമേൻ. ആകയാൽ ഇവിടെ നോക്കുമ്പോ ആമേൻ ഒരു മക്കദോനിയ പുരുഷൻ നിന്ന് വിളിക്കുകയാണ്. ബിദുനക്കല്ല, ആസിയയിലേക്കല്ല, മക്കദോനിയയിലേക്ക് കേട്ടോ. ആമേൻ സ്തോത്രം. എനിക്കറിയത്തില്ല കേട്ടോ, ചിലരോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നീ ചില വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെടുക. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെ, ആമേൻ സ്തോത്രം, എന്നോട് മാത്രം എന്താ കർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്, ഹല്ലേലൂയ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പുതുവഴി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വെട്ടി തുറക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി ഒരു പുതുവഴി. ആമേൻ, എന്നേക്കുമായിട്ട് തടസ്സമല്ല, തടസ്സം മാറ്റാൻ കഴിവുള്ളൊരു ദൈവം, ആമേൻ, തടസ്സം നീക്കാൻ കഴിവുള്ളൊരു ദൈവം യഥാർത്ഥമായി വഴികളിലേക്ക് നിന്നെ തിരിച്ചുവിടാൻ പോകുകയാ. ആമേൻ. സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യാൻ പോകുക. അപ്പോൾ ഈ സിസ്റ്ററിന്റെ ജീവിതത്തിൽ സിവിൽ ഐ ഡി കംപ്ലൈന്റാ, പോകാൻ പറ്റുന്നില്ല. ആമേൻ സ്തോത്രം. തന്റെ സ്പോൺസർ ആയിരിക്കുന്ന കുവൈറ്റിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, കുവൈറ്റിയെ കിട്ടുന്നില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾ, ആമേൻ ഏകദേശം ആഴ്ചകളോളം ആമേൻ താൻ അവിടെ ബ്ലോക്കായി ആമേൻ സ്തോത്രം കിടന്നു. അപ്പോൾ താൻ ജോലിയിൽ തന്നെ വീണ്ടും പ്രവേശിച്ചു. താമസം വന്നപ്പോൾ താൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ദിവസം താൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ബ്ലീഡിങ് ആയി. ആമേൻ സ്തോത്രം, തനിക്ക് ബ്ലീഡിങ് ആയി. ആമേൻ സ്തോത്രം, ആകെ അസ്വസ്ഥമായി ഭാരപ്പെട്ടു. ആമേൻ സ്തോത്രം, താൻ വാഷ്റൂമിൽ പോയി. ആമേൻ സ്തോത്രം. പക്ഷെ അവിടെ ഒരു മിറക്കിൾ ചെയ്തു, ദൈവം ഒരു മിറക്കിൾ ചെയ്തു. വാഷ്റൂമിൽ പോയി തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ അങ്ങ് അഴിഞ്ഞു പോകുന്നത് പോലെ ഒരു പ്രവൃത്തി തനിക്ക് വെളിപ്പെടുവാനിടയായിട്ടിരുന്നു. അർമേനിയയിൽ നിന്ന് ആ ദൈവദാസൻ ആമേൻ സ്തോത്രം അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാനിടയായിട്ടിരുന്നു. ദൈവദാസനെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന ആമേൻ സ്തോത്രം അക്ഷരം പ്രതി അവളുടെ ജീവിതത്തിൽ നിറവേറി. ആമേൻ സ്തോത്രം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആമേൻ സ്തോത്രം, വാഷ്റൂമിൽ പോയി അവളുടെ വയറ്റിൽ നിന്ന് എന്തൊക്കെയോ പാളിയായിട്ട് ആമേൻ സ്തോത്രം മുറിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. ആമേൻ സ്തോത്രം, അവളാകെ ഭയപ്പെട്ടു പോയി. പക്ഷെ ശരീരത്തിന്, ഹെൽത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആമേൻ സ്തോത്രം, ആരോഗ്യത്തിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസിൻ്റെ അകത്തളത്തിലുള്ള മുഴ കാണുന്നില്ല. ആമേൻ, യൂട്രസിൻ്റെ അകത്തളത്തിലുള്ള മുഴ കാണുന്നില്ല. ആമേൻ, സ്വർഗത്തിലെ ദൈവം അത് മുറിച്ചു മാറ്റുവാനിടയായി തീർന്നു. ആമേൻ, സർജറി ബ്ലേഡ് ഉപയോഗിക്കാതെ, ഓപ്പറേഷൻ കത്തി ഉപയോഗിക്കാതെ ആമേൻ അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വിശ്വസിച്ചാൽ, പ്രിയ മക്കളെ, വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും.
വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ആമേൻ. നിന്റെ ശരീരത്തിൽ കത്തിവെപ്പാൻ പരിശുദ്ധ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ശരീരത്തിന്മേൽ മാനുഷിക കൈകടത്താൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഏതു സാഹചര്യത്തിലും ശരീരം മുറിക്കാതെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. അവന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ പ്രിയമക്കളെ? അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? അവന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞ് ഇല്ല പ്രിയമക്കളെ. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ അവന്റെ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്, സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് ചില ദോഷങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലത് ഇതിന്റെ നടുവിലുണ്ട്. നിന്റെ പേൻ, നിന്റെ വേദന യേശു ഇപ്പൊ തൊട്ട് സൗഖ്യമാക്കാൻ പോകുന്നില്ല. വിശ്വാസത്തെ നിന്റെ ശരീരത്തിലുള്ളതാകുന്ന ചില വേദനകള് കർത്താവ് ഈ സെക്കൻഡ് തൊട്ട് സൗഖ്യമാക്കുകയോ. ആമേൻ. ദൈവത്തിന് അസാധ്യമായിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വാസത്താലാണ്, വിശ്വാസത്താൽ. ആമേൻ. സ്വതം ഇന്നലെ വിലയേറിയൊരു സാക്ഷ്യം, കഴിഞ്ഞ ആഴ്ച വിലയേറിയൊരു സാക്ഷ്യം നമ്മൾ കേട്ടു, അനുജിത്തും ലിജനയും. ആമേൻ. സ്വതം ഇന്ന് കയ്യിലിരിക്കുന്ന കുഞ്ഞ്, ആമേൻ സ്വതം, ആമേ ആ കുഞ്ഞിനെ കിട്ടത്തില്ലെന്നും, ആമേൻ സ്വതം ഇത് സാധ്യമല്ലെന്നും, ആമേൻ സ്വതം അവിടെയുള്ള പഠിച്ച തികവുള്ള ഡോക്ടേഴ്സ് പറഞ്ഞതാ. അവർ വിശ്വസിച്ചു. ദൈവം തന്നത്, ആമേൻ സ്തോത്രം, ദൈവം അനുഗ്രഹത്തോടെ ഞങ്ങളുടെ കരത്തിൽ ഭരമേൽപ്പിക്കും. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. അവരാഴമായി വിശ്വസിച്ചു, ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. പ്രിയമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഊനമില്ലാത്തൊരു തലമുറ അവരുടെ കരത്തിലെന്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ഒരു വാക്യം ഓർപ്പിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആമേൻ. മതി. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. പലർക്കും പടയാളികളായി മരിച്ചുപോയ ഭർത്താക്കന്മാരെ ആ സ്ത്രീകൾ വിശ്വസിച്ചപ്പോൾ മടക്കി കിട്ടി. ആമേ. മരിച്ചുപോയ കുഞ്ഞുങ്ങളെ ആ സ്ത്രീകൾ വിശ്വസിച്ചപ്പോൾ മടക്കി കിട്ടി. ആമേ. ചരിത്രം പുസ്തകത്തിൻ്റെ അകത്തളത്തിൽ ഉടനീളം പലതും പറയുന്നു. ആമേ സ്വതം. ഒരിക്കൽ ആമേ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേ സ്വതം ഒരു സംഭവം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു സഹോദരിയാണ്. പേര് പറഞ്ഞേ, ശൂന്യംകാരത്തി. പേര് പറഞ്ഞേ, ശൂന്യംകാരത്തി. ധനികയാണ്. ആമേ സ്വതം. ദൈവഭക്തയാണ്. ദൈവദാസന്മാരെ ആദരിക്കുന്നവളാണ്. ആമേ. അവളുടെ ജീവിതത്തിൽ പോരായ്മ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? കുഞ്ഞുണ്ടായിരുന്നില്ല. അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുണ്ടായിരുന്നില്ല. അഭിഷിക്തന്മാരെ ആദരിച്ചു. കുടുംബത്തിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കാനും അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും ആമ ഒരുക്കമുള്ളവളായിരുന്നു. ഹല്ലേലൂയ. അവളുടെ ചരിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന് അല്പ പ്രായമുണ്ട്. ഇവളോ ആമേ സ്വതം എല്ലാം എടുക്കത്തിയ. ആമേ സ്വതം. ആമേ പക്ഷെ ഭക്തയ. ആമേ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തിരിയത്തില്ല. ആമേ സ്വതം. ദൈവത്തെ, യഹോവയായ ദൈവത്തെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ കരുതുവാനായിട്ട് പ്രാപ്തിയുള്ളവളാ. പക്ഷെ അവളുടെ ജീവിതത്തിൽ കുഞ്ഞിനെ സ്വർഗത്തിൽ എന്ത് ചെയ്തു? കൊടുത്തു. ഹല്ലേലൂയ. കുഞ്ഞിനെ കൊടുത്തു. 18-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-18. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട് എന്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞല്ല, ശിശുവല്ല, ബാലനായി വലുതായി. ആമേ. തലമുറയില്ലാതിരുന്ന കുടുംബത്തിനകത്തളത്തിലേക്ക് അഭിഷിക്തന്മാരുടെ സാന്നിധ്യം കടന്നു ചെന്നു. പ്രാർത്ഥിച്ചു. ആമേ സ്തോത്രം. അന്ന് എലീശ ആമേ ഗെഹസിയോട് ചോദിച്ചു, ശൂന്യംകാരത്തിക്ക് എന്താ വേണ്ടത്? രാജാവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആമേ എന്തെങ്കിലും ചെയ്തു തരണോ? രാജാക്കന്മാരുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു അഭിഷിക്തന്മാർ. കേട്ടോ പ്രതിമക്കളെ. ആമേ ഈ കാലഘട്ടത്തിലും ദൈവം അതുപോലെ ബന്ധത്തിലേക്ക് പല അഭിഷിക്തന്മാരെ കൊണ്ടുവരും. കേട്ടോ. ഭരണാധികാരികളുമായിട്ടുള്ള ബന്ധം,
പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള ബന്ധം, രാഷ്ട്രപതിമാരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അഭിഷിക്തന്മാരെ കാലഘട്ടത്തിലും പരിശുദ്ധ ദൈവം കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ഒരു പ്രവചന ദൂതനെ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എലീശയ്ക്ക് അന്നത്തെ രാജാക്കന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഗേഹസി പറഞ്ഞു, ഇല്ല, അവൾക്ക് വേറെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല, കുഞ്ഞില്ല. ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. അവർ ആലോചന പറഞ്ഞു, പിറ്റേ ആണ്ടിൽ നിനക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു കൊടുത്തു. കുഞ്ഞ് വളർന്ന് വലുതായി, ബാലനായി. സ്തോത്രം. ഒരു ദിവസം വയലിലിരിക്കുന്ന ഒരു വയലുണ്ട്, കൃഷിയുണ്ട്, ഒത്തിരി കൃഷികളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. വയലിലിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് എൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പൻ കുഞ്ഞിനെ, മകനെ, ബാല്യക്കാരനെ സ്തോത്രം അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ മരിച്ചുപോയി. ആ സഡൻ സ്വതം അവർ രഥമെടുത്തില്ല, കുതിര എടുത്തില്ല. സ്വതം നേരെ അടുത്തുള്ള വൈദ്യശാലയിലേക്കോ ഡോക്ടേഴ്സിലേക്കോ കൊണ്ടുപോയി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തോന്നുന്നു, അല്ലേ? ആസയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനിടയായിട്ടുള്ളൂ. ആസയുടെ സ്വതം അവനെ ആശ്രയിച്ച കാലത്തെല്ലാം യഹോവയായ ദൈവം അവന് സമൃദ്ധിയും അഭിവൃദ്ധിയും നൽകിക്കൊണ്ടിരുന്നു. 35 സംവത്സരം യുദ്ധം കൂടാതെ വണ്ണം ദൈവം അവന്റെ രാജ്യത്തെ പരിപാലിച്ചു. അവൻ യഹോവയെ വിട്ടുമാറിയപ്പോൾ ദൈവത്തിന്റെ കൈ അവന്റെ ജീവിതത്തിൽ പ്രതികൂലമായി വന്നു. അവൻ മനുഷ്യനിൽ ആശ്രയിക്കാൻ തുടങ്ങി, പ്രഭുക്കന്മാരിൽ രാജാക്കന്മാരിൽ ആശ്രയിക്കാൻ തുടങ്ങി. യഹോവയായ ദൈവത്തെ മാറ്റിവെച്ചു. അവന്റെ കാലിന് ഒരു ദീനം പിടിച്ചു. ദീനം മാറിയില്ല. ദീന മരണത്തിലേക്ക് അവനെ കൊണ്ടുപോയെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ ശൂന്യംകാരത്തി അവളുടെ കയ്യിൽ ധനികയാണ്, വചനത്തിൽ വായിക്കുന്നുണ്ട്, പൈസയുണ്ട്, നല്ല ഹോസ്പിറ്റലുകൾ അറിയാം, നല്ല വൈദ്യന്മാരെ അവൾക്ക് അറിയാം. അവളുടെ അടുക്കലേക്ക് ഓടിയില്ല, കഴുതൊക്കെ കോപ്പിട്ടുകൊണ്ട്. അവള് ആരുടെ അടുക്കലേക്ക് പോയി? ഈ കുഞ്ഞിന് കിട്ടാൻ കാരണമായി തീർന്ന അഭിഷിക്തനെ തേടിപ്പോയി. അഭിഷിക്തന്റെ അടുക്കലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. കുഞ്ഞ് എന്ത് ചെയ്തിരിക്കുക? അത്യാസന നിലയിൽ എന്നല്ല പറയുന്നത്. കുഞ്ഞെന്ത് ചെയ്തു? മരിച്ചുപോയി. ഒരിക്കലും രക്ഷയില്ല. നമ്മളിവിടെ എബ്രായ ലേഖനത്തിൽ വായിച്ചത് എന്താണ്? സ്ത്രീകൾക്ക് സ്തോത്രം വിശ്വാസത്താൽ, കേട്ടോ പ്രിയമക്കളെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം, നിശ്ചലമായി കിടക്കുന്നതിന് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവം, അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തെ സാധ്യമാക്കാൻ കഴിവുള്ള ദൈവം, അസ്ഥിയോട് ചേർന്നിട്ട് ഒരു വലിയ സൈന്യമാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവം. നമ്മള് യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. ഏറ്റവും ഉണങ്ങിക്കിടന്നിരുന്ന അസ്ഥി പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടന്നിരുന്ന ഏറ്റവും ഉണങ്ങിയ അസ്ഥി, ആ അസ്ഥിയെ നോക്കി എന്ത് ചെയ്യാൻ പറഞ്ഞു? പ്രവചിക്കാൻ പറഞ്ഞു. കേട്ടോ, ഇന്ന് നിന്റെ പോക്കറ്റ് കാലിയായിരിക്കാം, നിന്റെ പേഴ്സ് ശൂന്യമായിരിക്കാം, അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇല്ലായിരിക്കാം. അത് വരണ്ട് കിടക്കുന്ന ചിലതിനെ നോക്കി വിശ്വാസത്തോടെ നീ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവം അതിനെ നിറക്കാൻ ശക്തനാണ്. നിന്റെ നിലവാരത്തിന് മാറ്റം വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ശൂന്യതകളെ മാറ്റും. നീ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നിനക്ക് പോകാം. ആഹാരം കുറയത്തില്ല, കേട്ടോ, ഭക്ഷണം കുറയത്തില്ല, വസ്ത്രം കുറയത്തില്ല, പാർപ്പിടം ഉണ്ടാകും. ഇത് ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ദൈവം കൊടുക്കും. പ്രൈസലോ, മഞ്ഞും മഴയും അവൻ കൊടുക്കും. പക്ഷേ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ വിശ്വാസത്താൽ ചിലതിനെ പ്രാപിച്ചേക്കണം. എന്ത് ചെയ്തേക്കണം? വിശ്വാസത്താൽ ചിലതിനെ നീ പ്രാപിച്ചേക്കണം. അവരെ പോലെയല്ല. സ്വതം എന്റെ കർത്താവിനോട് കൂടെ ഇരിക്കുന്നുണ്ട്. നീ കറക്റ്റാണോ? യേശുവും കറക്റ്റാ. നീ നേരെയാണോ? കർത്താവ് നേരെയാ. നീ വക്രനാണോ? കർത്താവും വക്രത കാണിക്കും. നീ ദയാലുവാണോ? യേശുവും ദയ കാണിക്കും. ഹല്ലേലൂയ. അവള് ഈ കൊച്ചെന്ത് ചെയ്തു? മരിച്ചുപോയി. ഇവള് കഴുതൊക്കെ കോപ്പിട്ടു. വേഗത്തിൽ അവള് സഡനായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. വേഗത്തിൽ കഴുതൊക്കെ കോപ്പിട്ട് തരാൻ പറഞ്ഞു. കോപ്പിട്ടു. അവള് നേരെ പുറപ്പെടുകയാ. കേട്ടോ പ്രിയമക്കളെ, എവിടേക്കാ പോകുന്നത്? എവിടേക്കാ? ദൈവദാസന്റെ അടുക്കലേക്ക്. സ്വതം ഈ കുഞ്ഞില്ലാതിരുന്നപ്പോ കുഞ്ഞ് ലഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവന്റെ അടുക്കലേക്ക് കടന്നുപോയി. നിനക്കൊരു വിഷയം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നീ തിരിഞ്ഞേക്കണം. സ്വതം അവന്റെ അടുക്കലേക്കാണ് കടന്നു പോകേണ്ടത്. മാനുഷികമായ തലത്തിലേക്കല്ല. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. അങ്ങനെ സ്വതം ഇവള് വായിച്ചു. അതിന്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചു. 30-ാം വാക്യം.
എന്നാൽ ബാലന്റെ അമ്മ, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഗേഹസി അവൾക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. ഈ സ്ത്രീ വരുന്നത് കണ്ടപ്പോ ഏലീശയുടെ ബാല്യക്കാരനായിരിക്കുന്ന ഗേഹസി എന്ന് പറയുന്നവനുണ്ട്. ഈ ഏലീശയുടെ കാലം കഴിഞ്ഞ അടുത്ത പ്രവാചകനായി തീരേണ്ടവനാ ആര്? ഗേഹസി. പക്ഷെ ഇവന് എന്തുണ്ടായിരുന്നു? ദ്രവ്യാഗ്രഹം. സാമ്പത്തികത്തിൽ ഏലീശയുടെ കണ്ണ് പതിയാത്ത പല സ്ഥലത്തും ഗേഹസിയുടെ കണ്ണ് പതിഞ്ഞു. ഏലീശയുടെ ഹൃദയം ആഗ്രഹിക്കാത്ത പലതും ഗേഹസി ആഗ്രഹിച്ചു. അതുകൊണ്ട് ഒരു ശുശ്രൂഷ അവിടെ വെച്ച് ബ്ലോക്കായി. ഇന്നത്തെ കാലഘട്ടത്തിലും അനേകരുടെ ശുശ്രൂഷ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആമേ സ്തോത്രം. ഏലീശ ആമേ സ്തോത്രം പ്രവചിക്കുമ്പോൾ ചിലത് നടക്കുന്നു. ഏലീശ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നടക്കുന്നു. ആമേ സ്തോത്രം. ഇതൊക്കെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ അവന്റെ ഹൃദയവും ദൈവവുമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടാകണം. ഇത് ഇവന്റെ ഹൃദയം വ്യത്യസ്തമാണ്. അപ്പോ ഈ വഴിയും കൊടുത്തു വിടുകയാ. ആമേ സ്തോത്രം. അന്ന് ആമേ ഞാൻ കഴിഞ്ഞ സമയം ഇവിടെയാണോ? അല്ല. ആമേ പഴയ നിയമത്തിലൊക്കെ പലരുടെയും ജീവിതത്തിൽ വഴിയുണ്ടായിരുന്നു, പുതപ്പുണ്ടായിരുന്നു, ഇല്ലേ? ആമേ മോശയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വഴിയുണ്ടായിരുന്നു. ഏലിയാവിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആമേ പുതപ്പുണ്ടായിരുന്നു. ഏലീശയ്ക്ക് ആ പുതപ്പ് വീണു. ആമേ സ്വതയുടെ കയ്യിൽ ഒരു വഴിയുമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വഴിയും പുതപ്പിന്റെ ആവശ്യമില്ല. ഒരധികാരമുള്ള നാമമുണ്ട്, ഒരധികാരമുള്ള നാമമുണ്ട്. വഴിയെ വെല്ലുന്ന, പുതപ്പിനെ വെല്ലുന്ന, ഉത്തിരിയത്തെ വെല്ലുന്ന ഒരധികാരമുള്ള നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്താൽ സകലതും കീഴടങ്ങുവാനിടയായി തീരും. സകലതിനും തകർത്തെറിയുവാൻ കഴിവുള്ള യേശുവിന്റെ നാമം. അപ്പൊ ഈ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്ന ഈ നാവുണ്ടല്ലോ, നാവ് വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായിരിക്കും. അപ്പൊ ഗേഹസിയുടെ കയ്യില് മുന്നമേ തന്നെ ഏലീശ ഒരു വഴിയും കൊടുത്തു വിട്ടു. ആമേ സ്തോത്രം. നീ കടന്നു പോകുക. ബാലന്റെ മേലെന്ത് ചെയ്യാൻ പറഞ്ഞു? വഴി വെക്കാൻ പറഞ്ഞു. ഈ സഹോദരി എന്ത് ചെയ്തില്ല? അവള് പോയില്ല. അവള് പറഞ്ഞു, ആമേ സ്തോത്രം, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ തീർത്തില്ല, വിടത്തില്ല, നീ പറയണം. അവളവിടെ നിന്നു. ഗേഹസി മുന്നമേ പോയി. വടികൊണ്ട് ബാലന്റെ മുഖത്ത് വെച്ചു. ഒന്നും നടന്നില്ല. ഒരു ദൈവപ്രവൃത്തിയോടെ വെളിപ്പെട്ടില്ല. ഇവൾക്ക് വിശ്വാസം എവിടെയാ? ഇവിടെയാ. ഇവളുടെ വിശ്വാസം ഇവിടെ കിടക്കുന്നത്. ഏലീശ വന്നാ എന്ത് ചെയ്യും? എന്റെ കുഞ്ഞെന്ത് ചെയ്യും? ജീവിക്കും. വിശ്വസിക്കാമോ? യേശു എന്നോട് കൂടെയുണ്ട്. എന്റെ വിഷയം സാധ്യമാക്കി തരുവാൻ. ആമേൻ. ഡോക്ടേഴ്സ് അല്ല, മനുഷ്യനല്ല, മെഡിക്കൽ സയൻസ് അല്ല, എന്റെ അപ്പന് കഴിയും. ഞാൻ ആഴമായി വിശ്വസിക്കുകയാണ്. എന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രവർത്തിക്കാൻ കഴിവുള്ള യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വാസത്താലാണ് കേട്ടോ. കുഞ്ഞ് ആമേ എന്നെ ചിന്തിപ്പിക്കുന്നത്, ഇവ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോ തന്നെ കുഞ്ഞ് എന്ത് ചെയ്യുക? മരിച്ചു കിടക്കുകയാ. ഇടിച്ച് നിലവഴി ചാലമുറയിട്ടുണ്ടെന്നല്ല അവള് വരുന്നത്. അവൾക്കൊരു വിശ്വാസമുണ്ട്. ഈ കൊച്ചി ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? നടക്കി കിട്ടുമെന്നേ. ആമേശ്വത പച്ചപ്പുഴുവും തുള്ളലും വീട്ടിലും വെട്ടുകിളിയും തിന്നു തീർത്ത സംവത്സരങ്ങൾ മടക്കി തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇതോടുകൂടി നിന്റെ കാലം കഴിയുമെന്നും ഇതോടുകൂടി നിന്റെ പരിപാടി തീരുമെന്നല്ല. സ്വർഗത്തിലെ ദൈവം എന്റെ കാലം പിടിച്ചുയർത്തും. ആമേ. എന്റെ നിലവാരത്തിൽ ദൈവം മാറ്റം വരുത്തും. എന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. ആമേ. 2025 അവസാന സമയമാണ്. അഭ്യസ്തവിദ്യരായ പല കുഞ്ഞുങ്ങളും ചില ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. കിട്ടുന്ന സാലറി എത്രയാ? നിസ്സാരം പോരുന്നത്. വർദ്ധിപ്പിക്കും ദൈവം. പക്ഷെ നിന്റെ ഹൃദയം കർത്താവുമായിട്ട് പറ്റിയിരുന്നോളണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് പറ്റിയിരുന്നോളണം. പുതുവഴികൾ തുറക്കും. ഈ ബുധനാഴ്ച സഹോദരിമാര് ഒരു മീറ്റിംഗ് അവര് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉപവാസ പ്രാർത്ഥന. മറ്റാർക്കും വേണ്ടിയല്ല. ആമേ സ്തോത്രം. ഈ അഭ്യസ്തവിദ്യരായ പിള്ളേർക്ക് വേണ്ടിയാ. ജോലി തുറന്നു കിട്ടേണ്ടവർക്ക് ജോലി തുറന്നു കിട്ടണം. ജോലിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഒരു വർധന ഉണ്ടാകണം. അവരുടെ നിലവാരങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം. വിവാഹ പ്രായമെത്തിയിരിക്കുന്നവർക്ക് വിവാഹങ്ങൾ നടക്കണം. അതിനുവേണ്ടി ഒരു ദിവസത്തെ നിങ്ങൾക്ക് ചേരാം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ്. ആമേ
ബുധനാഴ്ച അവരൊന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. ആമേ ചേരാൻ പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാൽ ഈ ജാതി നീങ്ങും. ചില മുറക്കുകൾ അതിന്റെ മധ്യത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ചില അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും. അസാധ്യമായ പല കാര്യങ്ങളും പരിശുദ്ധ ദൈവം അതിൻ്റെതായ സമയത്ത് ചെയ്തെടുക്കുമെന്ന് ആത്മാവിനെ ഓർപ്പിക്കുകയാണ്. ആമേശ്വര അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നെടുക്കാൻ. ഹല്ലേലൂയ. അപ്പോ ആമേ സ്തോത്രം. എലീശയെ കൊണ്ട് ആര് പോകത്തുള്ളൂ? ശൂന്യകാരി പോകത്തുള്ളൂ. ഓരേ നീപ്പ കർത്താവേ. ഹല്ലേലൂയ. നിങ്ങളും പ്രാർത്ഥന, കർത്താവ് നീ വരണം. ആമേ മോശ ഒരിക്കൽ പറയുന്നുണ്ട്, ആമേ സ്തോത്രം, നീ എന്നോട് കൂടെ പോരണം. അതിൽ വേറെ ആരെങ്കിലും വിട്ടിട്ട് കാര്യമില്ല, നീ എന്നോട് കൂടെ പോരണം. പറയാമോ? നിർബന്ധത്താൽ യേശുവേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ടോ? പലരും ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പലർക്കും പ്രാഗൽഭ്യമില്ല. ചെയ്ത തെറ്റാ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം കർത്താവ് എന്ന് പറയുമ്പോൾ ഇവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ഇവളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഉപവാസമില്ല, ബൈബിൾ തൊടാറില്ല. ആമേശ്വരം. എന്നിട്ട് ഒരു വലിയ ആവശ്യവുമായിട്ട് ദൈവത്തിന്റെ പാദപീഠം ഇരിക്കുക. എന്തേലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനക്കും വരത്തില്ല. ഒരു കൊച്ചു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥനക്ക് വരത്തില്ല. കൈവേദന, കാലുവേദന, തലവേദന, മുട്ടുവേദന, സകല വേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും. വേദന മാറത്തുമില്ല. അന്നത്തെ ആരാധനയും പോയി. ദൈവസ്ഥലിൽ നീ റിമാർക്കും വീഴും. നിന്റെ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. സ്തോത്രം. മറിച്ച് എന്തു വിഷയങ്ങൾ നേരിട്ടെന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി ആരാധന മുടക്കി എത്രയോ ദിവസങ്ങൾ വീട്ടിലിരുന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ വിഷയങ്ങൾ വലുതല്ലേ? ആ വിഷയങ്ങൾ വരുമ്പോൾ അത് സാധിപ്പിച്ചില്ലെങ്കിൽ വഴക്കാ കർത്താവിനോട്. പക്ഷെ കൊച്ചു കാര്യങ്ങൾ. കല്ലേറ് കൊണ്ട് കിടക്കുകയാ, കല്ലേറ് കൊണ്ട് ഒരു താഴെ കിടക്കുകയാ. മരിച്ചെന്ന് കരുതി എറിഞ്ഞവർ മാറി നിന്നു. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ വന്ന് കൈ കൊടുത്തൊന്ന് പിടിച്ചു. മരിച്ചവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. പിറ്റേ ദിവസം സ്വന്തം ദൈവത്തെ ഉയർത്തുവാൻ വിധം പൗലോസ് ശക്തിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു വിശ്വാസത്തിലേക്ക് ഇന്ന് പകൽക്കാലം നിനക്കൊന്ന് നടന്നു കയറുവാൻ കഴിയുമോ? കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന മുടക്കരുതേ, ആരാധന മുടക്കരുതേ. ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി വരും. കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഒരാൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ കുറെ അധികം ആടുകൾ ഉണ്ടായിരുന്നു. ഒരു കൃഷിക്കാരൻ. ഈ ആട് പ്രസവിക്കാൻ സമയമായി കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം എന്ത് ചെയ്തു? ആട് കിട്ടാൻ കാരണം എന്താണെന്നറിയാമോ? വീട്ടില് വളരെ ദാരിദ്ര്യമായ സമയത്ത് സഭക്കാർ കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ഒരു പെണ്ണാടിനെ. ആടിനെ വളർത്തി ഉപജീവനം കഴിയിട്ടെന്ന്. ആ ആട് പ്രസവിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങള്, രണ്ടാമത് പ്രസവിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങള്. അങ്ങനെ 3 പ്രാവശ്യത്തെ പ്രസവം ഒറ്റ സമയം കൊണ്ട് 3 കുഞ്ഞുങ്ങളെ കൊടുത്ത് ആടുകളങ്ങ് പെരുകി. ഇപ്പൊ ആട് നിമിത്തം ആരാധനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ആട് നിമിത്തം കൊടുത്ത സഭക്കാര് പാസ്റ്റർ താടിക്കും കൈ കൊടുത്തിരിക്കുക. എൻ്റെ ദൈവമേ, കഷ്ടമായിപ്പോയല്ലോ. കൊടുത്തത് കഷ്ടമായിപ്പോയല്ലോ. ഇങ്ങനെ ലഭിക്കുന്ന പലരുമുണ്ട്. ചിലത് കിട്ടിക്കഴിയുമ്പോൾ അപ്പൊ ആടിനെ കിട്ടിയത് നിമിത്തം ഈ സഹോദരിക്ക് ആടിന്റെ പ്രസവം എപ്പോഴും ഏത് സമയത്തും. സിസ്റ്റർ എന്താ ചൊവ്വാഴ്ച ആടിന്റെ പ്രസവമാണ്. ഞായറാഴ്ച ആട് പ്രസവിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. വ്യാഴാഴ്ച എന്താ പറയുന്നത്? ആട് ചെനയിട്ട് നിൽക്കുക. അങ്ങനെ പറഞ്ഞ് എല്ലാ ദിവസവും മീറ്റിങ്ങിന് വരുന്നില്ല. പെട്ടെന്നൊരു കേടുപിടുത്തം ആടുകൾക്ക്. കുഴഞ്ഞു വീണ് ആടുകൾ ചത്തുപോകാൻ തുടങ്ങി. പ്രീസലോ. അങ്ങനെ ചത്ത് കുറച്ചധികം ചത്തപ്പോൾ ബാക്കിയുള്ളത് കൂടി ചത്തുപോകുമെന്ന് തിരിച്ചറിഞ്ഞവര് ബാക്കിയുള്ളതിനെല്ലാം വിറ്റ് ഒഴിവാക്കി. ഈ പാലയത്തിലുണ്ട്. എന്താരാധന എന്നറിയാമോ? ആരാധന പിടിച്ചാൽ കിട്ടാത്ത ആരാധന. നമുക്കൊന്നും അറിയാത്ത പാട്ടുകൾ പാടി ആരാധിക്കുകയാ. സ്തോത്രം. വല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആരാധന മുടക്കരുത്. കേട്ടോ പ്രിയ മക്കളെ? വല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരെ ലഭിക്കുന്ന സമയത്ത് കൊച്ചു കരയുന്നൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയൊന്നും മുടക്കി കരുതട്ടോ. കൊച്ചു കരഞ്ഞോട്ടെ. നിങ്ങൾ ഇപ്പൊ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ആലയത്തിൽ കടന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ. ഈ ആദ്യ നാളുകളിലുണ്ടല്ലോ, ഈ സമാഗമന കൂടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ
ഈ മേഘമായിരുന്നു. മേഘം പൊങ്ങുന്ന സമയത്ത് ഇസ്രായേൽ ജനം എന്ത് ചെയ്യണം? പുറപ്പെടണം. മേഘം നിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനം എന്ത് ചെയ്യണം? ഗർഭിണികൾ ഉണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ? പ്രസവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നില്ലേ? വൃദ്ധന്മാരുണ്ടായിരുന്നില്ലേ? സ്വർഗത്തിലെ ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ഈ കൊച്ചുങ്ങളൊക്കെ എന്ത് ചെയ്തു? ഒരു ഡേക്കറിൽ ഇരുത്തിയിട്ടാണോ പോയത്? ഓരോ എയ്ഡ് പോസ്റ്റ് പോലെ ഓരോ സ്ഥലങ്ങളിലും അവിടെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടുത്തെ ഡേക്കറിൽ ഏൽപ്പിക്കും, എന്നിട്ട് ഇവർ പോകും. അങ്ങനെയായിരുന്നോ? കൊച്ചുങ്ങളെല്ലാം കൂടെ ഉണ്ട്. ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ കുഞ്ഞുങ്ങളും വളരട്ടെ. ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ കുഞ്ഞുങ്ങളും വളരട്ടെ പ്രിയമക്കളെ. പക്ഷെ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിന്റെ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ കുറവ് വരുത്തരുത് എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. അത് ഏത് സമയത്ത് കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മീകമായ ആരാധന നിന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കളയല്ലേ. അത് സ്വർഗത്തിലെ ദൈവം അതൊരു പോരായ്മയായി കാണും. അപ്പോൾ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു സഹോദര മീറ്റിങ്ങിന് വരാൻ? കൈവേദനയായിരുന്നു. ഇവിടെ വന്നിട്ട് വല്ല തൂമ്പ പണിയെടുക്കുകയാണോ? ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? വല്ല തൂമ്പ കൊണ്ട് കളപ്പിക്കുന്നുണ്ടോ ഇതിനകത്ത്? സ്തോത്രം. എടാ, കൈവേദന മാറും വിശ്വസിച്ചുകൊണ്ട്. നീ ആലയത്തിൽ വാ, നിന്റെ കാലുവേദന മാറും, നിന്റെ തലവേദന മാറും, നെഞ്ചുവേദന മാറും. ആമേൻ. വിശ്വാസമുണ്ടെങ്കിൽ കേട്ടോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം നീ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങളെ നടത്തുവാനിടയായിത്തീരും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കാനിടയായിത്തീരും. ഇതെല്ലാം വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് അതിന്റെ മധ്യത്തിൽ ചലിക്കും. മകളെ, അപ്പോ ഇവിടെ ഈ കൊച്ചു മരിച്ചു കിടക്കുകയാ. എന്റെ സമയം വേഗത്തിൽ പോവുക. കൊച്ചു മരിച്ചു കിടക്കുകയാ. മരിച്ചു കിടക്കുന്ന കൊച്ചിനെ അന്നേ ദിവസം ചുറ്റുപാടെല്ലാം പോയിട്ട് ആളെ നമ്മൾ എന്ത് ചെയ്യും? ആ സെക്കൻഡിൽ തന്നെ ഇടിച്ചു നോല വിളിച്ച് ചുറ്റുപാട് എല്ലാ ആൾക്കാരെയും കൂട്ടിയിട്ട് ആ വരുന്ന ആൾക്കാരുടെ അഭിപ്രായ പ്രകാരം കെട്ടാവുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. ഇവള് ബുദ്ധിയുള്ളവളാ, മിണ്ടിയില്ല. കൊച്ചിനെ കൊണ്ട് കട്ടിലിൽ കിടത്തി. അവൾ പോയി. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ അധ്യായം വായിക്കണം. കഴുതൊക്കെ കോപ്പിട്ടു, വേഗത്തിൽ പുറപ്പെട്ടു. നമ്മുടെ പോലെ അരമണിക്കൂർ കൊണ്ടൊന്നും എത്തുന്ന സ്ഥലമൊന്നുമല്ല. അമേശ്വതം മണിക്കൂറുകളെടുത്ത് അവൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗേഹസി വരും. അവൾ പറഞ്ഞു, ഞാൻ പോകത്തില്ല, നീ വരണം. നീ വരണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൾ പിടിച്ചു. ആ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താം. താഴേക്ക് വായിച്ചോ. എന്നാൽ ബാലന്റെ അമ്മ, യഹോവയാണേ നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. ഗേഹസി അവൾക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. മരിക്കാറായി കിടക്കുന്നത് കണ്ടെന്നല്ല പറയുന്നത്, ഒന്നുമില്ല, അനക്കൂല, ചലനമറ്റു കിടക്കുന്ന ഒരു ബോഡി, ഡെഡ് ബോഡി. ഏലീശ അകത്ത് ചെന്നപ്പോൾ കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞു. ഗേഹസി പോയി വടിവെച്ചു. ഗേഹസി നടന്നില്ലെന്നും പറഞ്ഞു. തിരിച്ചു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചിലപ്പോൾ യാത്രയിലായിരിക്കും. തിരിച്ചു എന്ന് പറഞ്ഞു. സംഭവം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. സ്വതം അതൊക്കെ ഈ സഹോദരി കേൾക്കുന്നുണ്ട്. ആര്? ശൂന്യങ്കാരത്ത് കേൾക്കുന്നുണ്ട്. ആമേശ്വതം ആ നെഗറ്റീവ് വാക്ക് അവളുടെ ഹൃദയത്തിൽ ആമേശ്വതം ആഘാതം വരുത്തിയില്ല. അവൾ ആഴമായി വിശ്വസിക്കുകയാണ്. ആമേശ്വതം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. പലരുടെയും നെഗറ്റീവ് വാക്കുകൾക്ക് നീ ചെവി കൊടുക്കാതെ പോസിറ്റീവായ ചിലതിലേക്ക് നീ എൻ്റെ തിരിയെ. പരിശുദ്ധാത്മാവ് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി അത്ഭുതം ചെയ്യും. ആമേ. ഗേഹസി കടന്നു വന്ന് പറയുന്നത് വടിയെ കൊണ്ട് നടക്കുന്നില്ല കാര്യങ്ങള്. വടി വെച്ചു, പക്ഷെ ഒരു അനക്കമോ ഒരു ഉണർച്ചയോ ഇല്ല. അപ്പോഴും അവളുടെ ഹൃദയത്തിനകത്തളത്തിൽ ഒരു ഉറപ്പുണ്ട്, ഇവൻ വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ പ്രിയ മക്കളെ? വിശ്വസിക്കാമോ? എൻ്റെ യേശു നടത്തിത്തരാൻ ശക്തനാ. ഹല്ലേലൂയ. ആർക്കും കഴിയാത്ത കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന ഏത് പ്രതിസന്ധികളെ മാറ്റി മറിച്ചുകൊണ്ട് എൻ്റെ നിലവാരങ്ങൾക്ക് അവൻ മാറ്റം വരുത്തും.
വിശ്വസിക്കപ്രതി മക്കളെ. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ആമേൻ സ്തോത്രം. എലീശ, അടുത്ത ഊഴം എലീശയുടെയാണ്. ആമേൻ സ്തോത്രം. താഴേക്ക് വായിച്ചോ. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലന് മാത്രം അകത്ത് ഉണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. ചില വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രിയ മക്കളെ. ഈ വിശ്വസിക്കുന്നവരോട് മാത്രമേ ചിലത് ഷെയർ ചെയ്യാവൂ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ 12 അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ഈ 12 പേരെയും എല്ലാ അത്ഭുത പ്രവർത്തികൾക്കും സാക്ഷ്യം വഹിക്കാൻ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയാൽ ചിലത് നടക്കത്തില്ലെന്നറിയാം. അവിശ്വാസ നിമിത്തം സ്വന്തം പട്ടണത്തിൽ യേശു അവരുടെ അവിശ്വാസ നിമിത്തം വീര്യപ്രവർത്തികളൊന്നും തന്നെ എന്ത് ചെയ്തില്ല. അവിശ്വാസ നിമിത്തം ചിലത് നടക്കത്തില്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ ചിലത് നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പത്രോസിൻ്റെ സഹോദരനാണ് ആര്? കൊണ്ടുപോയില്ല. പക്ഷെ പത്രോസ് ഉണ്ട്. പക്ഷെ യോഹന്നാൻ്റെ സഹോദരനാണ് കൊണ്ടുപോയി. 2 പേരും കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. പല സ്ഥലത്തും യുവമാർക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. കാര്യം ശരി, ലോകത്തിൻ്റെ അധിപതികളൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ കയറി അധികാരവും കർത്തൃത്വം ഒക്കെ ചെയ്യും. പക്ഷെ വിശ്വസിച്ചു ഇവൻ എന്ത് ചെയ്യും? രാജത്വം പ്രാപിക്കും, സിംഹാസനത്തിലിരിക്കും. അപ്പോൾ ഇടത്തും വലത്തും ഞങ്ങൾ എന്ത് ചെയ്യും? ഇരിക്കണമെന്നൊരു ആഗ്രഹം വന്നു. ആഴമേറിയ വിശ്വാസമാണ്. സ്തോത്രം. മറ്റു 9 പേർക്കും ഇല്ലാത്ത വിശ്വാസമാണ്. പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ആ വെളിപ്പാട് അവന് കിട്ടി. ബാക്കി 9 പേർക്കും ഇല്ലാത്ത വിശ്വാസം യുവമാർക്ക് 2 പേർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. ഇവിടെ യേശു എല്ലാവരെയും കൊണ്ടുപോയിട്ടില്ല. ഇതുപോലെ തന്നെ ശൂന്യൻകാരത്തിയെ പോലും എന്ത് ചെയ്തില്ല? അകത്ത് കയറ്റിയില്ല. ഏകസിയെ കയറ്റിയില്ല. സ്തോത്രം. എലീശ മാത്രം കടന്നു, വാതിലടച്ചു. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? വ്യക്തിപരമായിട്ടോ? എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നത്? നിന്റെ മുറിക്കകത്ത് കയറ്. ഒച്ചയും ബഹളമൊന്നും എടുക്കണ്ട. രഹസ്യമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. യേശു പ്രാർത്ഥിച്ചത് മുഴുവനും ഈ അപ്പോസ്തലന്മാർ കേട്ടെന്നൊന്നും വചനത്തിൽ കാണുന്നില്ല. സ്തോത്രം. പക്ഷേ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി താഴെ വീഴ ഹൈ പ്രഷർ താൻ അനുഭവിച്ചു. സ്തോത്രം. ശരീരം ഹീറ്റായി. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറുമ്പോൾ ചില പ്രത്യേകതകളുണ്ടാകും. ഹല്ലേലൂയ. മുഴങ്കാലുകൾക്കിടയിൽ തല തിരികി. ഇവന് മുമ്പേ, എലീശയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഏലിയാവ് പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനകളുടെ രീതി, പ്രാർത്ഥനകളുടെ തലം ഒന്ന് മാറട്ടെ. മുഴങ്കാൽ മടക്ക് പ്രിയ മക്കളെ. നിന്റെ മുറിക്കകത്ത് കയറ്. നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തും. പലതും നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്തില്ല? ഒന്ന് പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞെന്ന് എഴുതി ഞാൻ കുറ്റം വിധിക്കൊന്നുമില്ല. ഇല്ലാത്ത കാര്യം സത്യസന്ധമായിട്ട് ദൈവത്തിനു മുമ്പിൽ പറഞ്ഞോ. എന്തില്ല? അതാ. എന്നിട്ട് കൂടി വരുന്ന ദൈവസഭയെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഒന്ന് പ്രാർത്ഥിച്ചേ. നിൻ്റെ മുഴങ്കാലൊന്ന് അടക്കി വെച്ചേ. മുറിക്കകത്തൊന്ന് കയറിയേ. എല്ലാ സമയത്തും കൂടിയുള്ള പ്രാർത്ഥന 15 മിനിറ്റ്. 15 മിനിറ്റത്തെ പ്രാർത്ഥന. എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്? എത്ര മിനിറ്റാണ് പ്രാർത്ഥിക്കുന്നത്? മിനിറ്റ് ചോദിക്കാം. എത്ര മിനിറ്റാണ് പ്രാർത്ഥിക്കുന്ന സമയം? ഞാൻ ഒരിക്കലും പറയാറുണ്ട്, ഞാൻ സമയമൊന്നും നോക്കാറില്ല പാസ്റ്ററെ. സ്തോത്രം. അതെന്തങ്ങനെ? ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. എപ്പോഴാണെന്നറിയാമോ? രാത്രി വന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് കട്ടിലേ കയറിയിരുന്ന് പുതപ്പിൻ്റെ അറ്റം പിടിച്ചിട്ടിരിക്കുമ്പോഴാണ്. കർത്താവേ, നീ നടത്തിയതിനും കരുതിയതിനും എല്ലാം നന്ദി. ഒറ്റ കിടപ്പ. സമയം നോക്കാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല? സമയമൊന്നും നോക്കാറില്ല. അപ്പം നമ്മൾ കരുതുന്നത് എന്താ? മണിക്കൂറുകൾ നോൺ സ്റ്റോപ്പായി പ്രാർത്ഥിക്കുന്ന ആളായിട്ടാണ് നമ്മുടെ ചിന്ത. പുതപ്പും കൈ പിടിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യുന്നത്? പലരുടെയും പ്രാർത്ഥന 5, 10, 15 മിനിറ്റായി. കൂടിയപ്പോഴല്ല, കുറഞ്ഞപ്പോൾ. നിൻ്റെ ജീവിതത്തിൽ പലതും ബ്ലോക്കല്ലേ? തടസ്സമല്ലേ? ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നീ ചെയ്യുന്നില്ലേ? ടി വിയിലെ പ്രോഗ്രാമുകൾ കാണാൻ മണിക്കൂറുകൾ, മൊബൈലിലെ റീലുകൾ കാണാൻ മണിക്കൂറുകൾ, വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യാൻ മണിക്കൂറുകൾ,
ആമേശ്വത പരകാര്യങ്ങളിൽ ഇടപെടാൻ മണിക്കൂറുകൾ, അപ്പൻ്റെ പാദമിടം ഇരിക്കാൻ സെക്കൻഡ് മിനിറ്റുമായി ചുരുങ്ങിയില്ലേ? ആമേൻ. ഇന്ന് പകലിലൊന്ന് മടങ്ങി വരാമോ? ആമേ, പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന ഒന്ന് വർദ്ധിപ്പിക്കാമോ? വ്യക്തിപരമായ നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന ഒന്ന് വർദ്ധിപ്പിക്കാമോ? മടങ്ങി വാ. സ്തോത്രം. എലീശ മാത്രം കയറി, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലന്റെ മേൽ കിടന്നു. വായിച്ചോ. അവൻ ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളംകൈകൾ അവന്റെ കൈകൾമേലും വെച്ച് അവന്റെ മേൽ കവിണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറി. തണുത്തു മരവിച്ച് കിടന്നിരുന്ന ഡെഡ് ബോഡിയാ. ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ചൂട് പിടിക്കാൻ തുടങ്ങിയെന്ന്. 2025 ആമേ വാക്തത്വം തലമേൽ കിടക്കുകയാ, തണുത്തു മരവിച്ച് കിടക്കുകയാ, മണ്ണ് മൂടി കിടക്കുകയാ. നീ ഒന്ന് മുട്ടുമടക്ക. ഇന്ന് 21-ാം തീയതി ആയിട്ടുള്ളൂ. ഇനി ശേഷിക്കുന്ന 10 ദിവസമുണ്ട്. അതിന്റെ മധ്യത്തിൽ ദൈവമേ 2025 എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുക. ഞാനിതാ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിൽ ഒന്ന് ഇരിക്കുക, പ്രാർത്ഥിക്കുക, വിഷയത്തിൽ ചൂട് പിടിക്കും. ആ വിഷയത്തിന് ചൂട് പിടിക്കും പ്രിയ മക്കളെ. ആ വിഷയം നിന്റെ ജീവിതത്തിൽ സാധ്യമായി വരും. ആമേൻ. തണുത്ത് കിടക്കുന്നത് കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നതാ. ആമേ, സ്വന്തം ആമേ, ചൂട് പിടിച്ച പുറത്തു വരും. അതിന്മേൽ എന്തെങ്കിലും മറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ പുറത്തു വരും. ഇല്ലേ? തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേ, സ്വന്തം അണലി ചൂട് നിമിത്തം എന്ത് ചെയ്തു? തണുത്തിരിക്കുന്ന സമയത്ത് പുറത്ത് വരത്തില്ല. നിന്റെ വാക്തത്വത്തിന്റെ മുകളിലിരിക്കുന്ന അണലിയായിക്കൊള്ളട്ടെ, വിഷപ്പാമ്പായിക്കൊള്ളട്ടെ, ആമേശ്വത ആഭിചാരമായിക്കൊള്ളട്ടെ, മന്ത്രവാദമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ ദൈവം അതിനെയെല്ലാം അഴിച്ചു മാറ്റാൻ ശക്തനാണ്. മുറിക്കകത്ത് കയറ്, മുഴങ്കാലും അടക്ക, അപ്പനുമായിട്ട് ബന്ധം പുലർത്ത്, ദൈവസന്നെ പ്രാർത്ഥിക്ക. എത്ര വലിയ ശക്തികളാണെങ്കിലും, എത്ര വലിയ കെട്ടുകളാണെങ്കിലും പരിശുദ്ധ ദൈവം അത് പൊട്ടിച്ച് തന്റെ മക്കളെ പുറത്തു കൊണ്ടുവരും. ആമേ. ചൂട് പിടിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കാത്തത് കൊണ്ടാ. ആമേ. മുട്ടുമടക്കാൻ തയ്യാറാണോ? ആമേ. സ്വതന്ത്രം കേട്ടോ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് എല്ലാവരോടുമായിട്ട് പറയുന്ന ആലോചനയാ. നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബ്ലോക്കായി കിടക്കുന്ന എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന കുറവാ. യാക്കോബിന് മനസ്സിലായി, ഈ പോക്കിങ്ങനെ പോയി കഴിയുന്ന എല്ലാവരുമായിട്ട് പോകുക, എല്ലാവരുമായിട്ട് വരുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വചന എല്ലാവരുമായിട്ടുള്ള പോക്ക. അമ്മേ, ഈ പോക്ക് പോയി കഴിയുന്ന തന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിയുന്ന യാക്കോബ് ആമേ തനിക്കുള്ളതിൽ അക്കരെ കടത്തി ഒരു ഭാഗത്തവൻ മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എടാ, കൂട്ടത്തിൽ കൂടി എന്തും ചെയ്യാം, പക്ഷെ ഒറ്റക്കിരിക്കുമ്പോഴാ. ആമേ. സ്വതം ഒന്ന് മുടങ്ങി വരണം വ്യക്തിപരമായ തലത്തിലേക്ക്. അന്ന് യാക്കോബ് ദൈവമായിട്ടിരുന്നു, മൽപിടുത്തം നടത്തി, പ്രാപിക്കേണ്ടതവൻ പ്രാപിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് പ്രിയ മക്കളെ. ആമേ. സ്വതം ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേ, സ്വതം ഇരിക്കണം. ആമേ. എലീശ അകത്ത് കിടന്നു, തനിച്ചു മാത്രമായിട്ട് കഥകടച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുഞ്ഞിനെന്ത് ചെയ്തു? ചൂട് പിടിച്ചു. വായിച്ചോ. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ചില ആൾക്കാരുണ്ട്, ഇതൊരു മർമ്മവും കൂടിയാണ്. ചില ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കാനിരുന്ന വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ഒരു വിഷയമുണ്ട്, പക്ഷേ ഉറക്കില്ല, എന്തില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ ആ ബൈബിള് വായിക്കാൻ ഇരുന്ന് ആ സെക്കൻഡിൽ എന്ത് ചെയ്യും? എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാ പോരെ? പ്രൈസ് ദി ലോർഡ്. ഉറക്കമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ഉറക്കം ഉണരുമ്പോൾ എന്ത് ചെയ്യുക? ബൈബിൾ എന്ത് ചെയ്യുക? അപ്പൊ തന്നെ എന്ത് ചെയ്യും? പിന്നെയും എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം പ്രാർത്ഥിക്കുക. അല്ലേ? ഇതൊരു പോരാണ് കേട്ടോ, ഇതൊരു മുഖമാണ്, വാക്കുള്ളതല്ല. ഈ കണ്ണ് ഇങ്ങനെ വെച്ചിട്ടും റീൽ എന്ത് ചെയ്യും? എത്ര മണിക്കൂർ സമയം നോക്കാറില്ല പക്ഷേ. ഞാൻ ആദ്യത്തെ സമയം പറഞ്ഞ പോലെ അല്ലേ, ഇത് ശരിക്കുള്ള സമയം നോക്കാതെ പോകുകയാണ്, മണിക്കൂറുകൾ. പക്ഷെ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് അറിയത്തുള്ളൂ. ചില ആൾക്കാർ ഇടിപൊട്ട് പോലെ ആരാധന നടക്കുന്നതിൻ്റെ ഇടയിൽ ഇരുന്ന് എന്ത് ചെയ്യും? സുരക്ഷിതമാണല്ലോ. ആമേ. ദൈവ സാന്നിധ്യത്തിന്റെ മറവില് ആമേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിന്നെ തടുക്കുന്നുണ്ടെങ്കിൽ
പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നീ ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഉറങ്ങുന്നതല്ല ഉറക്കുന്നതാണ്, ഉറക്കുന്നത്. അവനെ നീ എന്ത് ചെയ്യണം? ഓടിക്കണം. അവനെ നീ ഓടിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ നീ ജയിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇടക്ക് മുട്ടുമടക്ക് ഇരിക്കുമ്പോൾ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ, വൈപ്പിൻകരക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, പോകോ ഇറ്റലിയിൽ. പ്രൈസ് ദി ലോർഡ്. എന്താണ് പ്രാർത്ഥിച്ചത്, എവിടെയാണ് നിർത്തിയത്? ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് സഭയ്ക്ക് വേണ്ടിയായിരിക്കുള്ളൂ, പക്ഷെ പോയി അവസാനിക്കുന്നത് ഇത് തീർത്ത് കഴിയുമ്പോഴാണ് എന്ത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പ്രൈസ്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ പറയത്തില്ല, ഉണ്ടാകാറുണ്ട് പലർക്കും. പ്രൈസ് ദി ലോർഡ്. ആമേ, ചിന്തകൾ ഇങ്ങനെ പോകുകയാണ്. ആമേ, പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് കടക്കാരുടെ മുഴുവൻ മുഖങ്ങളും വരുന്നത്. ആമേ, ബാങ്കിലെ ഡേറ്റ് വരുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്താണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത് പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്താണ്. അപ്പൊ പിന്നെ ചിന്ത പോകുകയാണ്. ദൈവമേ, നാളെ അവരെ കാണുമ്പോൾ എന്ത് പറയും? ആമേ, അവരോട് എന്ത് മറുപടി പറയും? അങ്ങനെ പോകുകയാ. അതിനെ ദൈവം എന്ന് തകർക്കാൻ പോകുകയാ. കേട്ടോ, അതിനെ ദൈവം എന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുകയാ. നിന്റെ ബുദ്ധിക്കതീതമായി നിങ്ങൾ കെട്ടിവെക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ അവന് സർവശക്തനായ ദൈവം എന്ന് പകലിൽ തകർത്ത് കളയാൻ പോകുകയാണ്. ശ്രദ്ധയോടുകൂടി ദൈവസനെ പ്രാർത്ഥിക്കാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് എന്റെ കുഞ്ഞെ നിന്നെ ബലപ്പെടുത്തുകയാ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്താൽ മതി എന്നറിയാമോ? കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ചേരം എന്ത് ചെയ്തോ? നടന്നോ. കണ്ണും പൂട്ടി അടക്കരുത്. ആ മേൽസ്തോത്ര വീടിന്റെ ഭിത്തികളൊക്കെ വളരെ ശ്രദ്ധിച്ചേക്കണം. ആ മേൽസ്തോത്ര ഹല്ലേലൂയ കണ്ണ് തുറന്നിട്ട് നടന്ന് ആ മുറിക്കകത്ത് ഉള്ള സൗകര്യത്തില് അങ്ങനെയൊക്കെ നടന്നു പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന എന്ത് ചെയ്യരുത്? നിർത്തരുത്. ഇവിടെ ഏലീശ കുഞ്ഞിന്റെ മേൽ കിടന്നു. മേൽസ്തോത്രം ശരീരത്തിൽ ചൂട് പിടിക്കാൻ തുടങ്ങി. അവൻ എഴുന്നേറ്റ് അല്പസമയം മുറിക്കകത്ത് എന്ത് ചെയ്തു? നടന്നു. വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ചെന്നു. ഹല്ലേലൂയ. വായിച്ചു. അവൻ ഗേഹസിയെ വിളിച്ചു. അതിന്റെ മുമ്പിലത്തെ വാക്യം. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു. ഓ സ്തോത്രം. നടക്കാത്ത വിഷയമായിരുന്നില്ലേ? സംഭവിക്കാത്ത വിഷയമായിരുന്നില്ലേ? ആമേ, എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 35 വാക്യത്തിൽ പറയുന്നു, സ്ത്രീകൾക്ക് അവിടെ തങ്ങളുടെ മരിച്ചവർ എന്ത് ചെയ്തു? എന്തിനാൽ? വിശ്വാസത്താൽ. വിശ്വസിക്ക പ്രിയ മക്കളെ. ആമേ, നടക്കാത്ത കാര്യങ്ങളെ നടത്താൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് അതിന്റെ വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. കർത്താവിന്റെ മേശയുണ്ടല്ലോ. എബ്രായ ലേഖനം 10 അധ്യായം 38-39 വാക്യം. എടുത്ത വാക്യത്തിലേക്ക് തന്നെ മടങ്ങാം. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അങ്ങനെയാകണം. കേട്ടോ, ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ എന്ത് ചെയ്യട്ടെ? വിശ്വസിക്കാത്തവരെന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രാർത്ഥിക്കാത്തവരെന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണം? ഒറ്റക്ക് മുറിക്കകത്ത് കയറണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പേടിയുണ്ടോ? ഒറ്റക്കിരുന്ന് ഇരുട്ടത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പേടിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർക്ക് വെളിച്ചത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്താ ഇഷ്ടമാ. അപ്പൊ കറണ്ട് ഇല്ലാത്ത വീട്ടിലാണെങ്കിലോ? ആമേൻ. ഞങ്ങളുടെയൊക്കെ ഉറക്കം നിയന്ത്രിച്ചിരുന്ന മണ്ണെണ്ണയായിരുന്നു. നിങ്ങൾ ചോദിക്കും ഇത് എന്താ പറയുന്നതെന്ന്. മണ്ണെണ്ണ ആദ്യ നാളുകളില് പഴയ കാലഘട്ടത്തില് വിളക്കിലെ മണ്ണെണ്ണ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി രാത്രിയിൽ 10 മണി അല്ലെങ്കിൽ 9 മണി 10 മണി വരെയൊക്കെ വിളക്ക് കെടുത്താതെ മുന്നോട്ട് പോകും. വിളക്കിൽ മണ്ണെണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 7:30 മണി 8 മണിയാകുമ്പോൾ വിളക്ക് എന്ത് ചെയ്യും? കെടുത്തും. വെളുപ്പിന് എന്ത് ചെയ്യണം? വെളുപ്പിന് ഈ വിളക്ക് തെളിക്കേണ്ടതാണ്. മണ്ണെണ്ണ ഇല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ മണ്ണെണ്ണയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഉറക്കത്തെ നിയന്ത്രിച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇരുട്ടുള്ള സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വെളിച്ചത്തിലും എന്ത് ചെയ്യണം? പകലും എന്ത് ചെയ്യണം? രാത്രിയിലും എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സമയമില്ല, സാഹചര്യമില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ചിലർ ഭയങ്കര പ്രാർത്ഥനക്കാരായിരിക്കും, പക്ഷെ ഒടുക്കത്തെ പേടിയാ. രാത്രിക്ക് പ്രാർത്ഥിക്കാതിരുന്ന കൂടെ ഇരിക്കുന്ന ആളൊന്ന് തോണ്ടിയാൽ മതി. ആ സമയത്ത് തന്നെ ശാസിച്ച് അവന്റെ ഇടപാട് തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേടിയാ. പേടിച്ച ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആര് കൂടെ ഉണ്ടെന്നും പറഞ്ഞാ
യേശു കൂടെ ഉണ്ടെന്ന് പറയുന്നതല്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരോ വരും. ആരോ വരുന്നത് എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഇവരൊന്ന് തട്ടി വിളിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഞെട്ടിത്തെറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എടാ, യേശു കൂടെ വരും. യേശു കൂടെ വരും കേട്ടോ. ശ്രദ്ധയോടെ ദൈവസ്ഥലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടക്കാം. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ വലിയ നടത്തിപ്പ് ഇന്ന് പകലിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തിന്റെ പ്രാർത്ഥനയും വിശ്വാസവും ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നടക്കാത്തതിന് നടത്തിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ശൂന്യകാരത്തിയെ പോലെ എന്ന് പകൽക്കാലം മരിച്ചു കിടക്കുന്നതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അവൾ ആഴമായി വിശ്വസിച്ചു. ഇടിച്ചു നിലവിളിച്ച പരിസരവാസികളെ കൂട്ടി കുഞ്ഞിനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയില്ല. കുഞ്ഞു മരിച്ചെന്ന് ഉറപ്പായപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു. അവൾ വിശ്വസിച്ചു, എന്റെ കുഞ്ഞു മടങ്ങി വരും. ഇന്നു പകലിൽ പല വാക്തത്വങ്ങളും മണ്ണുമൂടി തണുത്തു മരവിച്ചുറഞ്ഞു കിടക്കുമ്പോ ചൂട് പിടിപ്പിച്ചൊന്ന് പുറത്തെടുക്കുവാൻ എത്ര വ്യക്തിത്വങ്ങളുടെ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ചിന്ത തരുന്നുണ്ട്. എന്റെ ഈ വാക്കുകൾ ആരുടെയെല്ലാം ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. ഒരു ചിന്ത തരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിൽ എന്റെ കുഞ്ഞ് നിന്നോട് ഇടപെടുകയാണ്. നീ ഒന്ന് മാറിയിരിക്കണം. ഒരുമിച്ച് ആലയത്തിൽ കടന്നു വരുമ്പോൾ ആരാധിക്കാൻ നല്ലതാണ്, പ്രാർത്ഥിക്കാൻ നല്ലതാണ്, ഉപവസിക്കാൻ നല്ല. വ്യക്തിപരമായി ഒന്ന് മാറിയിരിപ്പാൻ എന്ന് രാത്രി പകൽക്കാലം ഒന്ന് ഒരുക്കപ്പെടട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവിന്റെ മേശ